ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഹല്ലേലൂയ. എല്ലാ കുടുംബാംഗങ്ങൾക്കും വലിയ കൃപയും സമാധാനം ഉണ്ടാകട്ടെ കേട്ടോ. കുഞ്ഞുങ്ങളെ സന്തോഷമാണോ? പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ള സഹോദരങ്ങൾ, ലീക്കുമാരെ ധ്യാനം ആരംഭിച്ചു. നിങ്ങൾ നന്നായി പ്രാർത്ഥിച്ചതിന് പ്രത്യേകം നന്ദി പറയുകയാണ്. പ്രാർത്ഥന ഫലദായകമാണ് കേട്ടോ. ഇന്ന് നിങ്ങളുടെ ഒരു പ്രത്യേക നിയോഗത്തിന് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് അബ്രോഡ് പുറത്ത് വർക്ക് ചെയ്യുന്ന നേഴ്സുമാരായിരിക്കും. നേഴ്സസ് ഒരു പ്രത്യേക പ്രാർത്ഥന നിയമം പറയും. ഒന്ന് ഈ വർക്കിന്റെ പലതരത്തിലുള്ള പ്രഷർ, സ്ട്രഗിളുകൾ, ലാംഗ്വേജിന്റെ ബുദ്ധിമുട്ടുകൾ, അതേപോലെ തന്നെ പുതിയ ആൾക്കാരെ അഭിമുഖീകരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നം, അങ്ങനത്തെ ഒരു ജോലി ചെയ്യാനുള്ളൊരു ഭയം അല്ലെ, പുതിയ സ്ഥലത്ത് പുതിയ ലാംഗ്വേജ്, പുതിയ ഭാഷ, വ്യത്യസ്തമായ രീതികൾ, അങ്ങനത്തെ ഉള്ളവർ പറഞ്ഞു ഞങ്ങൾക്ക് ഒരു ദൈവത്തിന്റെ കൃപയാണ്. ശരിയാണ്, ദൈവത്തിന്റെ കൃപയുണ്ടെങ്കിൽ ഇതിനകത്തെല്ലാം നമുക്ക് അതിജീവിച്ച് പോകാൻ വേണ്ടി പറ്റും. അങ്ങനെയുള്ള എല്ലാ നേഴ്സസ്മാരെ നേഴ്സസിനെ സമർപ്പിച്ച് നമുക്കൊരു നന്മനും ചൊല്ലി അവരോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ഒരു ആശീർവാദം കൊടുക്കാം അല്ലേ. നിങ്ങളുടെ ബന്ധുക്കളൊക്കെ വിദേശത്തൊക്കെ ഉള്ള നേഴ്സുമാരെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവും. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാണ്. പരിശുദ്ധ മറിയമ്മേ തമ്പുരാന്റെ അമ്മ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷ പറയണമേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഇന്നത്തെ നമ്മുടെ വിഷയത്തിന്റെ തലക്കെട്ട് കൊടുത്തിരിക്കുന്നത് 1 തീമോത്തി 6:11 തലക്കെട്ട് ഇതാണ്: ഉന്നം വയ്ക്കേണ്ടത് ഇവയാണ് എന്നുള്ളതാണ്. അപ്പൊ നമ്മളെ ചില അമ്പ് ചെയ്യുമ്പോൾ മത്സരങ്ങൾ ഉന്നം വെക്കുക എന്ന് പറയുന്നത് പോലെ നമുക്കൊരു ലക്ഷ്യം വേണം. നമുക്കൊരു ഉന്നം വയ്ക്കാന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഒരു ലക്ഷ്യം വെക്കണം എന്ന് പറയും. കുട്ടികളോട് പറഞ്ഞു, ഭാവിയിൽ നിനക്ക് ആരായി തീരാൻ, ഒരു ഉന്നം എന്താണ്, നിന്റെ ലക്ഷ്യം എന്താണെന്ന് ചോദിക്കുന്ന പോലെയാണ്. അപ്പൊ നമ്മൾ ഇങ്ങനെ ഒരു സാധനം എടുത്ത് എറിയുമ്പോൾ അല്ലെ ഉന്നം വെക്കാന്നൊക്കെ പറയുന്നത്. ഈ ചെറിയ ഇന്നത്തെ തലമുറയ്ക്ക് ഈ ഭാഷയുടെ അർത്ഥമൊന്നും മനസ്സിലാകുകയല്ലേ. അപ്പൊ അതൊക്കെ ഒന്ന് വ്യാഖ്യാനിക്കുകയാണ് ഇവിടെയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വചനം തിമോത്തി പഠിപ്പിക്കുകയാണ്. പൗലോസ് അവർക്ക് എഴുതുകയാണ്. തിമോത്തി എഴുതാൻ പറയുകയാണ്, നീ ദൈവിക മനുഷ്യനായ നീ ഇവയിൽ നിന്ന് ഓടി അകലണം. ചില കാര്യം നിന്ന് ഓടി അകലാൻ പറഞ്ഞു. അതെന്താണെന്നുള്ള ഞാൻ പറയുന്നില്ല. ഒരു ക്യൂരിയോസിറ്റി ഇരിക്കട്ടെ, പോയി ഒന്ന് തപ്പി കണ്ടുപിടിച്ച് വായിക്കുന്നത് നല്ലതായിരിക്കും. എന്നിട്ട് പറയുക, ദൈവിക മനുഷ്യൻ ഇവയിൽ നിന്ന് ഓടി അകലം. എന്നിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയാവോ? നീതി, ദൈവഭക്തി, വിശ്വാസം, സ്നേഹം, സ്ഥിരത, സൗമ്യത ഇവയിൽ ഉന്നം വയ്ക്കുക. പ്രൈസ് ദി ലോർഡ്. ഇന്നലെ നമ്മൾ കേട്ടതില്ലേ, ഇടയ്ക്ക് ഒന്ന് ചെക്കപ്പ് നടത്തുന്നത് നല്ലതായിരിക്കും എന്നായിരുന്നല്ലോ ഇന്നത്തെ എന്ന് പറയുന്നത് പോലെ നമ്മൾ എപ്പോഴും നമുക്കൊരു ലക്ഷ്യമായിട്ടൊരു എന്താ പറയുന്നത്, ഒരു ഉന്നം വയ്ക്കുന്നത്. ഒന്ന് നീതി, പരിശുദ്ധാത്മാവിലുള്ള സന്തോഷം അല്ലെ, നീതി, സമാധാന, പരിശുദ്ധാത്മാവിലുള്ള സന്തോഷമാണ്. ഇതാണ് ദൈവഹിതം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വായിക്കുന്നുണ്ട്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, എപ്പോഴും എല്ലാ കാര്യത്തിലും നീതി നമ്മുടെ ലക്ഷ്യം വയ്ക്കണം. എല്ലാ പ്രവൃത്തികളിലും വാക്കുകളിലും ഒക്കെ ഒരു റൈച്ചിയസ്നെസ് അല്ലെ, ഒരു നീതി, ജസ്റ്റിസ് നമ്മുടെ ജീവിതത്തിലും ഒരു ദൈവിക നീതിയാകണം, സാധാ നീതിയല്ല. പിന്നെ അത് അടുത്ത് വന്നാൽ വയ്ക്കുന്ന ദൈവഭക്തി. ആ കാര്യങ്ങൾക്ക് എല്ലാത്തിനും നമുക്ക് നല്ല ദേവാലയത്തിൽ പോകുന്ന കാര്യം, ദേവാലയത്തിൽ നിൽക്കുന്ന കാര്യങ്ങൾ, കുടുംബ പ്രാർത്ഥന കാര്യങ്ങൾ, വചനം വയ്ക്കുന്നത് എല്ലാം ആ ദൈവഭക്തി അല്ലെ. അത് ബാഹ്യമായ ഒരു ലക്ഷണമാണ്, അത് ഉള്ളിലാണ് ആ ദൈവഭക്തി വരുന്നത് നമുക്കറിയാം. പിന്നെ ലക്ഷ്യം വയ്ക്കുന്നത് വിശ്വാസത്തിന്റെ കാര്യത്തിലാണ്. പിന്നെ സ്നേഹത്തിന്റെ കാര്യം, ഇന്നലത്തെ അതിനെ ഓർത്ത സ്നേഹം ഇങ്ങനെ അഭിവൃദ്ധി പ്രാപിച്ചു വരണം. പിന്നെ സ്ഥിരത നമ്മുടെ വലിയൊരു പ്രശ്നമാണ്. കുറച്ച് ദിവസം പ്രാർത്ഥിക്കും, പിന്നെ പോയി, കുറച്ച് ദിവസം പിടിച്ചെങ്കിൽ പിന്നെ പോയി. സ്ഥിരതയില്ല, കോൺസ്റ്റൻസ്, പെർസിവറൻസ് ഇല്ല. അപ്പൊ അതിനകത്ത് നമുക്ക് ലക്ഷ്യം. പിന്നെ സൗമ്യത, ഇന്നലെ പറഞ്ഞില്ലേ, ശാന്തമായ സംസാരം, ഉത്സാഹിക്കാൻ. ഇത്രയും കാര്യം നമ്മൾ ലക്ഷ്യം വെക്കണം. എന്നിട്ട് ഓരോ ദിവസം എത്രമാത്രം കയറി വന്നു നോക്കിയിട്ട് പിന്നെ അതങ്ങോട്ട് ആയിത്തീരണം കേട്ടോ. ഈ വചനങ്ങൾ ഇങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിച്ച കുറച്ച് കഴിയുമ്പോൾ ഇങ്ങനെ ആയി തന്നെ വരും. ഈശോ അനുഗ്രഹിക്കട്ടെ. നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉച്ചത്തിൽ നന്നായി സ്തുതിക്കാം. യേശുവേ, ആരാധന, ആരാധന, ആരാധന. കർത്താവ്, ഞങ്ങളങ്ങനെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, നന്ദി പറയുന്നു. വലിയ ദൈവിക സാന്നിധ്യം, കൃപകൾ കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ കർത്താവ്. ഈ കാര്യങ്ങൾ, 6 കാര്യങ്ങളിൽ ലക്ഷ്യം വെച്ച് ചില കാര്യങ്ങൾ ഓടി അകലാൻ തക്കവിധം ഈ വചനം ഞങ്ങൾക്കൊരു വിടുതൽ തരട്ടെ. ഈ വചനം ഞങ്ങളെ ശക്തിപ്പെടുത്തട്ടെ. ഈ വചനം ഞങ്ങളെ താങ്ങട്ടെ. ഈ വചനം ജീവിക്കാൻ വേണ്ട കൃപ ഈ പ്രാർത്ഥന സമയത്ത് ഞങ്ങളുടെ മേൽ വന്ന് നിറയട്ടെ. കർത്താവിന്റെ വചനം കേൾക്കുന്ന കുടുംബങ്ങളെ, വ്യക്തികളെ ആശീർവദിക്കുന്നു. ദുഷ്ടാരികളും പൈശാചികളും യേശുവിന്റെ നാമത്തിൽ ബന്ധിച്ച് ബഹിഷ്കരിച്ച് കുരിശിന്റെ ഇവിടെ നിത്യാത്മയിലേക്ക് ആട്ടിപ്പായി ദൈവകൃപ വ്യാപരിക്കട്ടെ. ദൈവമേ, വിദേശത്ത് അബ്രോഡ് വർക്ക് ചെയ്യുന്ന എല്ലാ നേഴ്സസിനെ സമർപ്പിക്കുക. ദൈവമേ, അവരുടെ ബുദ്ധിമുട്ടുകളിലും ഞെരുക്കങ്ങളിലും സ്വർഗത്തിൽ നിന്ന് ദൂതന്മാരെ അയച്ച് സഹായിക്കണമേ. പരിശുദ്ധാത്മാവെ എഴുന്നള്ളി വരണം. വലിയ കൃപ കൊണ്ട് നിറയ്ക്കണമേ. ഓരോ സാഹചര്യം അഭിമുഖീകരിച്ച് മുന്നോട്ടുള്ള ആത്മധൈര്യം കൊണ്ട് നിറയ്ക്കണമേ. ഭാഷയുടെ മേൽ ഒരു പ്രത്യേക അഭിഷേകം നൽകണമേ. കർത്താവ്, വർക്ക് സ്ഥലത്തുള്ള പ്രഷറുകളെല്ലാം പരിശുദ്ധാത്മ സഹായത്താൽ ചെയ്തു പോകാൻ, അതിജീവിക്കാൻ കൃപ നൽകണമേ. ഇവർക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ മാറട്ടെ. എല്ലാവരുടെ നിയോഗങ്ങളെ ആശീർവദിക്കുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നിങ്ങൾ എല്ലാവരോടും കൂടി ഉണ്ടായി, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.